ഹലോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് എന്തായിരിക്കും? അതായത് അനീഷ് ക്യാപ്റ്റൻ ആണ്. അപ്പോൾ ക്യാപ്റ്റൻ ഗുഡ് മോർണിംഗ്, ബാക്കി ഉള്ള കണ്ടസ്റ്റൻസ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ തിരിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പം അനുമോളും ബിന്നിയും കൂടെ ചേർന്ന് അനീഷിനെ കുറെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അതൊന്നും ചെയ്തുകൊള്ളുന്നില്ല. അതൊന്നും കേൾക്കാത്ത രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഉപദേശിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവിടെ നടന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് അനുമോൾ ഡോക്ടർമാരെ കളിയാക്കി എന്നുള്ള ഒരു സംഭവം. അതായത് ശരത്തിന് കഴുത്ത് വേദന അങ്ങനെ എന്തോ പറയുമ്പോഴത്തേക്കും ഷാനവാസ് പറയുന്നുണ്ട് ഡോക്ടർ കാണിക്കാം എന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസിനോട് പറയാം. അപ്പൊ അനുമോൾ പറഞ്ഞു എന്തിനാ ബിഗ് ബോസിനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഡോക്ടറിനെ കാണണമെന്ന് പറയുന്നത്, ചൂടുവെള്ളം വെച്ച് പിടിച്ചാൽ മതി, വെറുതെ ഡോക്ടേഴ്സ് ഒക്കെ ഇതിന് എന്ന് പറഞ്ഞത് ഷാനവാസ് അതിനെ ഊതിപ്പെരിപ്പിച്ച് അതെന്തോ ഭയങ്കര സംഭവമാണ്. അനുമോൾ പറഞ്ഞു പൈസയ്ക്ക് വേണ്ടി ഡോക്ടേഴ്സ് വെറുതെ ഇരിക്കുന്നതാണ്, വേറെ ഉപയോഗമൊന്നുമില്ല, ഡോക്ടേഴ്സ് ഇരിക്കുന്ന അതായത് ഡോക്ടർമാരെല്ലാം അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അത് ശരിക്കും ഷാനവാസ് അതിനെ അങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പോൾ അനുമോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, കരഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ പോയി ഇരുന്നു. അപ്പോൾ ഷാനവാസ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. എന്നിട്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞോ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഇല്ല. അപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷാനവാസിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്നതെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാം ഷാനവാസിനെതിരായി. പുള്ളിക്കാരൻ എന്തൊക്കെയോ അങ്ങോട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. എല്ലാവരും അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തു. പോരാത്തതിന് പ്രേക്ഷകർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആയിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നി. അപ്പം അനുമോൾ ഇതാക്കുമ്പോഴത്തേക്കും അനുമോൾക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് കിട്ടാനേ സാധ്യതയുള്ളൂ. അടുത്ത മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഇൻസിഡന്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അനീഷിനെ ഉപദേശിക്കുന്ന ആ ഒരു ഇൻസിഡന്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരത്ത് അനീഷായിട്ട് നിന്നിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ അനീഷിനെ ഉപദേശിക്കുന്നതായിട്ട് ശരത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അനീഷ് ഞാനിങ്ങനെ അല്ല ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും. പിന്നെ അതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ ഉണ്ട്, പെട്ടി ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. അതായത് അവരവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് അനുമോള് ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ഞാൻ ലിപ്സ്റ്റിക് തന്നിട്ടില്ല, പിന്നെ അനുമോൾക്ക് എവിടെ നിന്ന് ലിപ്സ്റ്റിക് കിട്ടി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഫണ്ട് നടക്കുന്നുണ്ട്, അതിനുള്ളത് പിന്നീട് തരാമെന്നും പറഞ്ഞു. പിന്നെ ശരത്ത് ജിസേലിനെ ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമേ ജിസേലിന് കാര്യം പിടികിട്ടി, നിങ്ങൾ എന്നോട് വഴക്കിടാൻ വന്നാണോ എന്ന് ചോദിച്ചിട്ട് അതൊരു ഫണ്ടായിട്ട് എടുത്ത് ആ ഒരു സംഭവം അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി. അടുത്ത് പണിപ്പുര ടാസ്ക് ആണ്. അപ്പോൾ ആ ടാസ്കിൽ നോമിനേഷനിൽ വരാത്ത 2 പേരെ കണ്ടസ്റ്റൻസിന് സെലക്ട് ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആദില നൂറയും പിന്നെ അക്ബറിനെയാണ് കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിപ്പുര റൂമിൽ അവരുടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അത് എടുക്കണം എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നോട്ട്സ് വിട്ടിട്ടുണ്ട്. ആ നോട്ട്സിൽ 15 സെക്കൻഡിൽ 600 പോയിന്റ്, 16 575, 17 550, 18 525, 19 500, 20 450 ഇത്രയും പോയിന്റ്സ് ആണ് ഉള്ളത്. ഇനി ഈ എത്രയാണോ അവർ നോട്ട് എടുക്കുന്നത് അതിന് പുറത്ത്, അതായത് ഇപ്പോൾ 16 സെക്കൻഡിന്റെ അല്ലെങ്കിൽ 15 സെക്കൻഡിന്റെ നോട്ടാണ് എടുത്തതെങ്കിൽ 600 പോയിന്റ് കിട്ടും. അപ്പോൾ 15 സെക്കൻഡിന് അകത്ത് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണം, അതാണ് ടാസ്ക്. പക്ഷെ അവർ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആ ഒരു ടൈമിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തത് കാരണം എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആർജെ ബിൻസി ഉറങ്ങി, അപ്പോൾ പട്ടി കളിച്ചു. പിന്നെ വേറൊരു സംഭവം ഉണ്ടാക്കി, രസകരമായ സംഭവമാണ്. പക്ഷെ അത് മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പൊരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മിക്കവാറും എല്ലാം എന്തായാലും പൊരിക്കും, അത് നമുക്ക് കാണാം. നെവിൻ ജിസേലിന്റെ പെട്ടി മോഷ്ടിച്ച് അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഷാനവാസ് വന്ന് എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ആവി പിടിക്കണമെന്ന് പറഞ്ഞ് ഷാനവാസിനെ പറഞ്ഞിട്ടു. പിന്നെ ബിന്നി വന്നപ്പോൾ ബിന്നി എന്താ ചെയ്യണേ, അതായത് ബിന്നി കണ്ടില്ല, പക്ഷെ അപ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞ് അങ്ങ് മാറി. പിന്നെ ജിസേലിനോട് ഷാനവാസ് വീണ്ടും ഡ്രസ്സിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി, അതായത് ഷാനവാസ് പറയുന്നത് വെച്ചാൽ മലയാളി പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ വോട്ട് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ധരിക്കണം എന്നാണ് പറയുന്നത്. അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എനിക്കറിയില്ല. എനിക്കെന്തായാലും ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഒരു വമ്പൻ പണിയാണ്. അതായത് വീട്ടിനുള്ളിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത 4 പേരെ കണ്ടസ്റ്റൻസ് ചേർന്ന് നോമിനേറ്റ് ചെയ്യുക. ആ നോമിനേറ്റ് ചെയ്യുന്ന 4 പേര് ലൈറ്റ് ഓഫ് മുതൽ ലൈറ്റ് ഓൺ വരെ, അതായത് വേക്കപ്പ് കോഡ് വരെ, ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ഉറങ്ങാൻ, അതായത് പുറത്ത് ഗാർഡൻ ഏരിയയിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേർക്കും കൂടി ഒറ്റ കട്ടിലാണ്. ആ കട്ടിലിൽ ഒരാൾക്ക് കിടന്നേ ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഉറങ്ങുന്ന ടൈമിൽ ആരെങ്കിലും, അതായത് ഈ ഉറങ്ങുന്ന ആളിനെ മറ്റ് കണ്ടസ്റ്റൻസിനെ എടുത്തുകൊണ്ടുവന്ന് റെഡ് സോണിൽ വെക്കാം. റെഡ് സോണിൽ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിന് പുറത്താവും ഈ കണ്ടസ്റ്റന്റ്. അതാണ് സംഭവം. അതായത് ഇനി കട്ടിലിന്റെ അവിടെ അല്ല നിന്നുറങ്ങുക, ഇരുന്നുറങ്ങുകയോ അതായത് തറയിൽ കിടന്നുറങ്ങുകയോ ചെയ്താലും ആ കണ്ടസ്റ്റന്റിനെ പൊക്കി എടുത്തുകൊണ്ടുവന്ന് റെഡ് സോണിൽ വെച്ചാൽ അവർ ബിഗ് ബോസ് വീടിന് പുറത്താവും. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഈ കണ്ടസ്റ്റന്റ് ഉണരുകയാണെങ്കിൽ ലൈറ്റ് ഫുള്ള്, അതായത് വീടിനെ ലൈറ്റ് ഫുള്ള് ഓണായിട്ട് പിന്നെ അവർക്ക് ബിഗ് ബോസ് വീടിന് പുറത്ത് പോകേണ്ടി വരില്ല. ഇതാണ് ടാസ്ക്. അപ്പോൾ തിരഞ്ഞെടുത്ത 4 കണ്ടസ്റ്റൻസ് ഷാനവാസ്, ഷൈത്ത്, ജിസെ, റെന അല്ലെങ്കിൽ ബിൻസി. അപ്പോൾ ക്യാപ്റ്റന് ഈ റെന ഓർ ബിൻസിയെ ഒരാളെ സെലക്ട് ചെയ്യാം. കാരണം 2 പേർക്ക് ഒരേ വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ബിൻസി സെലക്ട് ചെയ്തിട്ട് റെനെ സേഫ് ആക്കി ക്യാപ്റ്റൻ. അപ്പോൾ അത് കാരണം റെന സേഫായി. ഷാനവാസ് ആ ടാസ്കിൽ എല്ലാവരും ഇങ്ങനെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ
ഒറ്റ കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ജിസയിൽ ആദ്യമേ പറഞ്ഞു ടാസ്ക് ആണ്, ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി. ടാസ്ക് അല്ലേ, ശരിക്കും ഇങ്ങനെ കൂട്ടുപിടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ലല്ലോ. ടാസ്ക് ആണ്, ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം, അങ്ങനെയല്ലേ. പിന്നെ എല്ലാവരും കൂർക്കം വലിച്ച് ഓരോരുത്തരും ഇങ്ങനെ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റാത്ത കാരണം ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കിടന്നു. ആദ്യം ഷാനവാസ് ഉറങ്ങി, അങ്ങനെ ഓരോരുത്തരായിട്ട് ഉറങ്ങി. എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങിയപ്പോൾ പോലും ജിസയിൽ ഉറങ്ങാതിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഇഷ്ടപ്പെട്ടു. ജിസയിൽ കൊള്ളാം, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് തോന്നി, നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം നന്നായിട്ട് ഉറങ്ങാതിരിക്കുന്നുണ്ട്. അപ്പം ഇത്ര വെച്ചിട്ട് എപ്പിസോഡ് തീർന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട്, അതായത് ഇതിൽ ആരെങ്കിലും പുറത്ത് പോവുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ കണ്ടറിയാം.